ഭരണഘടന 130 ഭേദഗതി ബിൽ 2025 ബുധനാഴ്ച ലോക്സഭയിൽ അവതരിപ്പിക്കും എന്നാണ് അറിയുന്നത്. ഇന്നലെ പുറത്തിറങ്ങിയ ബിസിനസ് ലിസ്റ്റിൽ വ്യക്തമാക്കിയിരിക്കുന്ന പ്രകാരം ഭരണഘടനയിലെ ആർട്ടിക്കിളുകൾ 75, 164, 239 AA എന്നിവയിൽ ഭേദഗതി വരുത്തി പ്രധാനമന്ത്രി, കേന്ദ്ര മന്ത്രിസഭയിലെ മന്ത്രിമാർ, സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, മന്ത്രിസഭയിലെ അംഗങ്ങൾ കൂടാതെ ഡൽഹി ഉൾപ്പെടെയുള്ള യൂണിയൻ ടെറിട്ടറികളിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചില സാഹചര്യങ്ങളിൽ പദവി ഒഴിയേണ്ടി വരുന്നതിനുള്ള നിയമപരമായ അടിസ്ഥാനമൊരുക്കിയാണ് ഈ ബില്ലിന്റെ ലക്ഷ്യം. മന്ത്രിമാരുടെ സ്വഭാവവും പ്രവർത്തനങ്ങളും സംശയാതീതമായിരിക്കണം എന്നതാണ് ബില്ലിന്റെ നിലപാട്. ഗുരുതരമായ ക്രിമിനൽ കുറ്റങ്ങളുമായി ബന്ധപ്പെട്ട കേസിൽ ഒരാൾ അറസ്റ്റ് ചെയ്യപ്പെടുകയും കസ്റ്റഡിയിൽ കഴിയുകയും ചെയ്താൽ അവരെ മന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കാനുള്ള വ്യക്തമായ വ്യവസ്ഥ ഭരണഘടനയിൽ ഇപ്പോൾ ഇല്ല എന്ന് ചൂണ്ടിക്കാട്ടുന്നു. പുതിയ ഭേദഗതി പ്രകാരം 5 വർഷത്തിലേറെ തടവ് ലഭിക്കാവുന്ന കുറ്റത്തിന് അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ കഴിയുന്ന കേന്ദ്രമന്ത്രിയെ രാഷ്ട്രപതി 30 ദിവസത്തിനുള്ളിൽ സ്ഥാനത്ത് നിന്ന് നീക്കണം. 31-ാം ദിവസം വരെ ഉപദേശം നൽകാതെ പോയാൽ മുഖ്യമന്ത്രിക്ക് സ്വയം സ്ഥാനം നഷ്ടപ്പെടും. ഇതേ നിയമം പ്രധാനമന്ത്രിക്കും ബാധകമാണ്. അത്തരത്തിലുള്ള സാഹചര്യത്തിൽ 31 ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രി രാജി നൽകണം. സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്കും ഈ നിയമം ബാധകമാകും. കൂടാതെ മന്ത്രിമാർക്കും യൂണിയൻ ടെറിട്ടറിയിലെ മുഖ്യമന്ത്രിമാർക്കും മന്ത്രിമാർക്കും ഇതേ വ്യവസ്ഥ ഇനി മുതൽ ബാധകമാകും.